Hi friends, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൂന്ന് ടോപ്പിക്സ് ആണ്. കോമ്പാക്ട്നെസ്, സെപ്പറബിലിറ്റി ആൻഡ് കണക്റ്റഡ്നെസ്. ഈ മൂന്ന് ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കോമ്പാക്ട്നെസ് ആൻഡ് കണക്റ്റഡ്നെസ് നമ്മൾ മുൻപ് കേട്ടിട്ടുള്ളതാണ്. സോ ഫസ്റ്റ് നമ്മൾ കോമ്പാക്ട്നെസ്സിൽ നിന്ന് തുടങ്ങാം. കോമ്പാക്ട്നെസ്. ഓക്കെ, കോമ്പാക്ട്നെസ് ഒരു സ്പേസ് എക്സ് തന്നു. എക്സ് കോമ്പാക്ട് ആണ് നമ്മൾ എപ്പോഴാണ് പറയുന്നത്? If X is a subset of union of some open sets, okay, union of some open sets, that is where U belongs to the topology U, okay, union of some open sets, topology U തന്നെ കാണുന്നില്ല, അതിലുള്ള collection of some open sets. Then X is a subset of union I from 1 to n Ui, okay. Every open cover, ഇതിനാണ് നമ്മൾ ഓപ്പൺ കവർ എന്ന് പറയുന്നത്. എവറി ഓപ്പൺ കവർ ഹാസ് എ ഫൈനൈറ്റ് സബ് കവർ. അതായത് ഇതിന്റെ ഒരു ഫൈനൈറ്റ് ആയിട്ടുള്ള സബ് കവർ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? എക്സിനെ കവർ ചെയ്യാൻ പറ്റണം. ഓക്കെ, എക്സിനെ കവർ ചെയ്യാൻ പറ്റണം. അത്തരത്തിലുള്ള ഒരു ഓപ്പൺ കവറുകൾ ഉണ്ടെങ്കിൽ നമ്മൾ അത് എന്ത് പറയും? എക്സ് കോമ്പാക്ട് ആണെന്ന് പറയും. ഓക്കെ, എക്സ് കോമ്പാക്ട് ആണെന്ന് നമ്മൾ പറയും. ഓക്കെ, ഇതാണ് മെയിൻ ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ഡെഫിനിഷൻ ആണ് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് സം ഡെഫിനിഷനിലേക്ക് വരാം. ഓക്കെ, എവറി കോഫൈനൈറ്റ് സ്പേസ് ഈസ് കോമ്പാക്ട്. എവറി കോഫൈനൈറ്റ് സ്പേസ് ഈസ് കോമ്പാക്ട്. എല്ലാ കോഫൈനൈറ്റ് സ്പേസും കോമ്പാക്ട് ആണ്. ഓക്കെ, എവറി കോഫൈനൈറ്റ് സ്പേസ് ഈസ് കോമ്പാക്ട്. സപ്പോസ് എക്സ് ഈസ് എ സബ്സെറ്റ് ഓഫ് യൂണിയൻ യു. ഓക്കെ, യൂണിയൻ ലാംഡ യു ലാംഡ. ഓക്കെ, ഇങ്ങനെ എടുത്തു. എക്സ് കോഫൈനൈറ്റ് സ്പേസ് ആണ്. ഓക്കെ, എക്സ് എന്താണ്? കോഫൈനൈറ്റ് സ്പേസ് ആണ്. അങ്ങനെയാണെങ്കിൽ സപ്പോസ് ഒരു യു എടുക്കാം. യു ബിലോങ്സ് ടു യു ലാംഡ ബിലോങ്സ് ടു ദിസ് കളക്ഷൻ ഓഫ് ഓപ്പൺ സെറ്റ്സ്. ഓക്കെ, സപ്പോസ് യു ബിലോങ്സ് ടു യു, then x minus u is finite അല്ലെ? x minus u എന്താണ്? ഫൈനൈറ്റ് ആണ്. എക്സ് യു പോയാല് എന്താണ്? ഫൈനൈറ്റ് ആണ്. ഓക്കെ, അതായത് എക്സ് മൈനസ് യു എത്ര പോയിന്റ്സ് ഉണ്ടാവും? x1 സം x2 എക്സെട്ര സം xn. ഫൈനൈറ്റ് പോയിന്റ്സ് ഉണ്ടാവുള്ളൂ. ഓക്കെ, എക്സ് മൈനസ് യുല് ഇത്തരം ഫൈനൈറ്റ് പോയിന്റ്സ് ഉണ്ടാവുള്ളൂ. എന്തായാലും എക്സിന് എന്ത് കവർ ചെയ്യുന്നുണ്ട്? യൂണിയൻ ലാംഡ യു ലാംഡ കവർ ചെയ്യുന്നുണ്ട്. എക്സ് മൈനസ് യുല് എത്ര പോയിന്റ്സേ ഉള്ളൂ? ഫൈനൈറ്റ് പോയിന്റ്സേ ഉള്ളൂ. എക്സ് മൈനസ് യുലുള്ള പോയിന്റ്സ് പറഞ്ഞാൽ എക്സിലുള്ള പോയിന്റ്സ് തന്നെയാണ് അല്ലെ? അപ്പൊ ഞാൻ x1ന് കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ എന്തെടുത്തു? സം u1 എടുത്തു. x2ന് കറസ്പോണ്ടിങ് ആയിട്ട് സം u2 എടുത്തു. എക്സെട്ര xnന് കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ സം un എടുത്തു. ഓക്കെ, എന്തായാലും എക്സിന് അത് മൊത്തം കവർ ചെയ്യുന്നുണ്ട്. അപ്പോ മൊത്തം കവർ ചെയ്യാന്ന് പറയുമ്പോൾ ഈ ഓരോ പോയിന്റും സം ഓപ്പൺ സെറ്റിൽ ഇതിലുള്ള സം ഓപ്പൺ സെറ്റിൽ ഉണ്ടായിരിക്കും. അപ്പൊ x1ന് കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ u1 എന്ന പേര് കൊടുത്തു. ഒരു പേര് കൊടുത്തതേ ഉള്ളൂ. ഓക്കെ, സോ നമുക്ക് എന്ത് പറയാം? x1 belongs to u1, x2 belongs to u2 and etc. xn belongs to un. അങ്ങനെയാണെങ്കിൽ the set collection of open sets u, u1, u2 etc. un എടുക്കുക. ഈ u എന്തിനെ കവർ ചെയ്യും? u എന്തിനെ കവർ ചെയ്യും? x മൈനസ് യുനെ കവർ ചെയ്യും അല്ലെ? u എന്തിനെ കവർ ചെയ്യും? x മൈനസ് യുനെ കവർ ചെയ്യും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ u1 സോറി u എന്നുള്ളത് ഇതിൽ u നെ കവർ ചെയ്യും. ഓക്കെ, u എന്നുള്ളത് ഈ u നെ കവർ ചെയ്യും. u is a subset of u നമുക്കറിയാം. ബാക്കി u1 u2 എക്സെട്ര un എന്നുള്ളത് ഇതൊക്കെ ഏതിനെ കവർ ചെയ്യും? ബാക്കി ഫൈനൈറ്റ് പോയിന്റ്സേ ഉള്ളൂ. ഇതിനെ കവർ ചെയ്യാൻ ഫൈനൈറ്റ്ലി മെനി ഓപ്പൺ സെറ്റ് മതി. ഓക്കെ, അപ്പൊ ബാക്കി un u2 എക്സെട്ര un എന്നുള്ളത് ഏതിനെ കവർ ചെയ്യും? ഈ പോയിന്റ്സിനെ കവർ ചെയ്യും. ഈ പോയിന്റ്സിനെ ഇത് വരെയുള്ള എല്ലാ ഓപ്പൺ സെറ്റുകളും കവർ ചെയ്യും. ബാക്കി u എന്നുള്ളതിനെ ഈ u കവർ ചെയ്യും. സോ ദർ ആർ ഓൺലി n+1 ഓപ്പൺ സെറ്റ്സ്. ദിസ് ഫൈനൈറ്റ്. ഓക്കെ, ഫൈനൈറ്റ് എന്താണ്? ഇതിന്റെ ഒരു സബ് കവർ ആണ്. എക്സിനെ ഇത് തന്നെ മുഴുവൻ കവർ ചെയ്യും. ഓക്കെ, എക്സിന് യു എന്നുള്ളതിനെ യു കവർ ചെയ്യും. ബാക്കി ഇത്രയും പോയിന്റ്സേ ഉള്ളൂ. അതിനെന്ത് ചെയ്യും? ഈ പോയിന്റ്സ് ഒക്കെ കവർ ചെയ്യും. ഈ ഓപ്പൺ സെറ്റ് ഒക്കെ കവർ ചെയ്യും. സോ എക്സ് ഈസ് കോമ്പാക്ട്. അപ്പൊ ഒരു കോഫൈനൈറ്റ് സ്പേസ് എപ്പോഴും എന്തായിരിക്കും? കോമ്പാക്ട് ആയിരിക്കും. ഓക്കെ, ഒരു കോഫൈനൈറ്റ് സ്പേസ് എപ്പോഴും കോമ്പാക്ട് ആയിരിക്കും. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ മുൻപ് പറഞ്ഞുള്ളതാണ്. കോമ്പാക്ട്നെസ് ഈസ് നോട്ട് ഹെറിഡിറ്ററി. Compactness is not hereditary.
ഹെറിഡിറ്ററി പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പേസിന് ആ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അതിന്റെ സബ്സെറ്റിനും അതേ പ്രോപ്പർട്ടി ഉണ്ടാവുന്നത്. അത്തരം പ്രോപ്പർട്ടികളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹെറിഡിറ്ററി പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഓക്കെ, കോമ്പാക്ട്നെസ് ഇസ് നോട്ട് ഹെറിഡിറ്ററി. കാരണം ഫോർ എക്സാമ്പിൾ നമ്മൾ എടുക്കുക 0 1 ക്ലോസ്ഡ് 0 1 എടുക്കുക, കോമ്പാക്ട് ആണ് നമ്മൾ പറയും. ഓക്കെ, ആൻഡ് ഓപ്പൺ 0 1 എന്നുള്ളതിന്റെ സബ്സെറ്റ് ആണെന്ന് വിചാരിക്കുക വിത്ത് റെസ്പെക്ട് സബ്സ്പേസ്. ഓക്കെ, സബ്സ്പേസ് ആയിരിക്കും. സോ ഇതെന്തല്ല, കോമ്പാക്ട് അല്ല. ഓക്കെ, സോ കോമ്പാക്ട്നെസ് ഈസ് നോട്ട് ഹെറിഡിറ്ററി. കോമ്പാക്ട്നെസ് ഈസ് നോട്ട് ഹെറിഡിറ്ററി. അതുപോലെ തന്നെ മൂന്നാമത്തെ തിയറം അല്ലെങ്കിൽ റിസൾട്ട് എന്ന് പറയുന്നത്, സപ്പോസ് എക്സ് ഈസ് കോമ്പാക്ട്, x is compact and f from x to y is continuous, then f of x is compact. Then f of x is compact. അതായത് under a continuous function, compactness is preserved under a continuous function. അതായത് continuous image of a compact set is compact. Continuous image of a compact set is compact. Okay, that's okay. Continuous image of a compact set is compact. Last result, in Rn every closed and bounded sets are compact. This is Heine-Borel theorem. Bounded sets are compact. Okay, every closed and bounded sets are compact. കോമ്പാക്ട് ആണെങ്കിൽ അതെന്തായിരിക്കും, ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് സെറ്റുകളും ആയിരിക്കും. ഓക്കെ, കോമ്പാക്ട് ആണെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി കണ്ടീഷൻ ആണ്. Rnലെ കോമ്പാക്ട് സെറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിസൈസ്ലി ദോസ് ആർ ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് സെറ്റ്സ്. ഓക്കെ, പ്രിസൈസ്ലി ദോസ് ആർ ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് സെറ്റ്സ്. സോ ദീസ് 4 റിസൾട്ട്സ് ആർ ദർ. എവറി കോഫൈനൈറ്റ് സ്പേസ് is compact. Compactness is not hereditary. X is compact, or compactness is preserved under continuous function, and in Rn every closed and bounded sets are compact. ഏറ്റവും ട്രിവിയൽ ആയിട്ടുള്ള എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിസ്ക്രീറ്റ് സ്പേസ് കോമ്പാക്ട് ആണ്. ഇൻഡിസ്ക്രീറ്റ് സ്പേസ് കോമ്പാക്ട് ആണ്. ഓക്കെ, ഇൻഡിസ്ക്രീറ്റ് സ്പേസ് കോമ്പാക്ട് ആണ്. അവിടെ ഓപ്പൺ കവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയേ ഉള്ളൂ, 5 ഉം x ഉം മാത്രമേ ഉള്ളൂ. എക്സിനെ കവർ ചെയ്യുന്ന ഓപ്പൺ കവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 5 ഉം x ഉം മാത്രമേ ഉള്ളൂ. സോ x is a subset of union 5 and x. Okay, 5 and x. So ഇതെടുത്താൽ തന്നെ എന്തായി, നമുക്കത് ഫൈനൈറ്റ് ആണ്, 2 എലമെന്റ്സേ ഉള്ളൂ. സോ ദീസ് ആർ കോമ്പാക്ട്. എവരി സ്പേസ് ആർ കോമ്പാക്ട്. എവരി ഫൈനൈറ്റ് സ്പേസ് ആർ കോമ്പാക്ട്. എവരി ഫൈനൈറ്റ് സ്പേസ് ആർ കോമ്പാക്ട്. ഫൈനൈറ്റ് സ്പേസ് എന്ന് പറഞ്ഞാൽ അണ്ടർലൈൻ ആയിട്ടുള്ള സെറ്റ് ഫൈനൈറ്റ് സെറ്റ് ആയിരിക്കണം. Are compact. Okay, these 6 results are about to compactness. Okay, compactness. Next നമുക്ക് separability കുറിച്ച് നോക്കാം. Separability. What is separability? Or when we say that a space is separable. Okay, when we say that a space is separable. Separability. Separability എന്ന് പറഞ്ഞു കഴിഞ്ഞാല് x is separable if there exists a subset a subset of x such that a closure equal to x. That is, x ന് ഒരു കൗണ്ടബിൾ ആയിട്ടുള്ള and a is countable. എക്സിന് ഒരു കൗണ്ടബിൾ ആയിട്ടുള്ള ഡെൻസ് സബ്സെറ്റ് ഉണ്ടെങ്കിൽ അത്തരം സ്പേസുകളെ അത്തരം എക്സ് ആയിട്ടുള്ള എക്സ് എന്നുള്ള സ്പേസുകളെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്, സെപ്പറബിൾ സ്പേസസ്. ഓക്കെ, സെപ്പറബിൾ സ്പേസസ്. അപ്പൊ ഒരു സ്പേസ് സെപ്പറബിൾ ആവണമെങ്കിൽ എന്തുണ്ടായിരിക്കണം, ഇറ്റ് ഷുഡ് ഹാവ് എ കൗണ്ടബിൾ ഡെൻസ് സബ്സെറ്റ്. കൗണ്ടബിൾ ആയിരിക്കണം, ഡെൻസും ആയിരിക്കണം. ഓക്കെ, കൗണ്ടബിൾ ആയിരിക്കണം, ഡെൻസും ആയിരിക്കണം. ഫസ്റ്റ് റിസൾട്ട് വരുന്നത് എവറി സെക്കൻഡ് കൗണ്ടബിൾ സ്പേസ് ഈസ് സെപ്പറബിൾ. Every second countable space is separable. Every second countable space is separable. Okay. അപ്പോൾ അവിടെ ഡെൻസ്നെസ് എന്നുള്ളത്
എന്തൊക്കെയാണ്? എ കൗണ്ടബിൾ ആവണം, എ ഈസ് കൗണ്ടബിൾ, എ ഈസ് ഡെൻസ്. ഡെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ക്ലോഷർ ഈക്വൽ ടു എക്സ്. ഓക്കെ, ഡെൻസ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ക്ലോഷർ ഈക്വൽ ടു എക്സ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഡെൻസ്, എ ഈസ് ഡെൻസ്, എ ഈസ് ഡെൻസ് ഇഫ് ഫോർ എവറി ഓപ്പൺ സെറ്റ് ബി, ഓപ്പൺ സെറ്റ് ബി ബിലോങ്സ് ടു ടോ, ബി ബിലോങ്സ് ടു ടോ, ഓപ്പൺ സെറ്റ് ബി എന്ന് പറഞ്ഞാൽ മതി, ഓർ ബി ബിലോങ്സ് ടു ടോ, എ ഇന്റർസെക്ഷൻ ബി നോട്ട് ഈക്വൽ ടു 5. ഓക്കെ, എല്ലാ ഓപ്പൺ സെറ്റിനേറ്റും നോൺ എംപ്റ്റി ഇന്റർസെക്ഷൻ എന്തുണ്ടാക്കും? ഒരു ഡെൻസ് സബ്സെറ്റ് ഉണ്ടാക്കും. എ ഡെൻസ് ആണെങ്കിൽ ഏതൊരു ഓപ്പൺ സെറ്റിനേറ്റും എന്തുണ്ടാക്കും? നോൺ എംപ്റ്റി ഇന്റർസെക്ഷൻ ഉണ്ടാക്കും. അപ്പൊ അത്തരത്തിൽ നമുക്ക് എന്താ പറയാം? ഡെൻസ്നെസിന്റെ ഡെഫിനിഷൻ കൊടുക്കാൻ സാധിക്കും. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ എവറി സെക്കൻഡ് കൗണ്ടബിൾ സ്പേസ് ഇസ് സെപ്പറബിൾ എന്നാ. സപ്പോസ് എക്സ്റ്റോ ഈസ് സെക്കൻഡ് കൗണ്ടബിൾ, എക്സ്റ്റോ എന്നുള്ളത് സെക്കൻഡ് കൗണ്ടബിൾ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ടോ ഹാസ് എ സെക്കൻഡ് കൗണ്ടബിൾ എന്ന് പറഞ്ഞാൽ ടോ ഹാസ് എ കൗണ്ടബിൾ ബേസ്. ദർ എക്സിസ്റ്റ് എ ബി ബേസ്, ബി is base in which b is countable. b എന്താണ്? കൗണ്ടബിൾ ആയിരിക്കും. അപ്പൊ ബി കൗണ്ടബിൾ ആണ്. ബി എന്നുള്ളത് ടോയുടെ സബ്സെറ്റും ആണ് അല്ലെ? ബേസ് എന്നുള്ളത് ടോയുടെ സബ്സെറ്റ് ആണ്. ഓക്കെ, സോ സം എലിമെന്റ്സ് ആർ ദർ. ഇതൊക്കെ സെറ്റുകളായിരിക്കും കേട്ടോ, ബി എന്നുള്ള സെറ്റുകളായിരിക്കും. കൗണ്ടബിൾ ആണ്, ബി ഈസ് കൗണ്ടബിൾ. അപ്പൊ ഞാൻ ഇവിടെ നമുക്ക് എന്ത് തെളിയിച്ചാൽ മതി? എ കൗണ്ടബിൾ ഡെൻസ് സബ്സെറ്റ് ഉണ്ട് എന്ന് തെളിയിച്ചാൽ മതി. ഓക്കെ, കൗണ്ടബിൾ ആയിട്ടുള്ള ഡെൻസ് സബ്സെറ്റ് ഉണ്ട് എന്ന് തെളിയിച്ചാൽ മതി. അപ്പൊ അത്തരത്തിലൊരു സെറ്റ് ഞാൻ ഉണ്ടാക്കുകയാണ്. എ ഇസ് ഈക്വൽ ടു, ഇത് കൗണ്ടബിൾ ആണ് അല്ലെ? കൗണ്ടബിൾ ആണ്. സെറ്റ് ഓഫ് ഓൾ xi such that xi belongs to bi and bi belongs to the base. ഓക്കെ, അതായത് ഓരോ ബി ഐകൾ ഉണ്ട് അല്ലെ? കൗണ്ടബിൾ ആയിട്ട് നമുക്ക് എണ്ണം കൊടുക്കാം, B1 B2 B3 എടുക്കാം. അപ്പൊ എ എന്നുള്ളത് ഇങ്ങനെ എടുക്കുകയാണ് എക്സ് ഐന്ന്, അതായത് B1 ഒരു x1 എടുത്തു, B2 x2 എടുത്തു, B3 x3 എടുത്തു. അത്തരത്തിലുള്ള എലമെന്റ്സ് ഞാൻ എഴുതി, കൗണ്ടബിൾ ആയിട്ട് എഴുതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതെന്താണ്? കൗണ്ടബിൾ ആണ് അല്ലെ? കാരണം ബിയുടെ സബ്സെറ്റ് ആണ്. ഓക്കെ, ഇതിന്റെ സബ്സെറ്റ് ആയിട്ട് വരും. ഓക്കെ, അപ്പൊ എ എന്നുള്ളത് കൗണ്ടബിൾ ആണ്, എ ഈസ് കൗണ്ടബിൾ. ഓക്കെ, അത് ക്ലിയർ ആണ്. എ ഡെൻസ് ആണ് നോക്കാൻ എന്ത് ചെയ്താൽ മതി? ലെറ്റ് ആൻ ഓപ്പൺ സെറ്റ് യു ബിലോങ്സ് ടു ടോ എടുത്തു, യു ബിലോങ്സ് ടു ടോ എടുത്തു. അങ്ങനെയാണെങ്കിൽ ഇത് ബേസ് ആയതുകൊണ്ട് ടോയിലുള്ള ഏതൊരു യൂണിയൻ എനിക്ക് എങ്ങനെ എഴുതാം? ഈ ബേസിലുള്ള സം എലമെന്റ്സിന്റെ യൂണിയൻ ആക്കിയിട്ട് എഴുതാൻ പറ്റും. സോ യു ഈസ് ഈക്വൽ ടു യൂണിയൻ ഓഫ് ബി ലാംഡ or lambda where b lambda belongs to the base. So what about a intersection u? a intersection u വരുമ്പോൾ എന്താവും? ഇവിടെ യൂണിയൻ ഓഫ് ബി ലാംഡ ഉണ്ട് അല്ലേ? ഈ ബി ലാംഡത്തെ ഒരു എക്സ് ലാംഡ ഇവിടെ ഉണ്ടായിരിക്കും, അറ്റ്ലീസ്റ്റ് ഒരു എക്സ് ലാംഡ എങ്കിലും ഇവിടെ ഉണ്ടായിരിക്കും. സോ a intersection u നോട്ട് ഈക്വൽ ടു 5. ഏതൊരു യു എടുത്തു കഴിഞ്ഞാലും a intersection u നോട്ട് ഈക്വൽ ടു 5 implies that a is dense. സോ നമ്മൾ എന്ത് ചെയ്തു? ഒരു എ എന്നുള്ളത് സെറ്റ് ക്രിയേറ്റ് ചെയ്തു. സോ എവറി സെക്കൻഡ് കൗണ്ടബിൾ സ്പേസ് ഈസ് സെപ്പറബിൾ. എല്ലാ സെക്കൻഡ് കൗണ്ടബിൾ സ്പേസും എന്തായിരിക്കും? സെപ്പറബിൾ ആയിരിക്കും. ബട്ട് ദ കോൺവേഴ്സ് നീഡ് നോട്ട് ബി ട്രൂ. എല്ലാ സെപ്പറബിൾ സ്പേസും എന്താവണമെന്നില്ല? കോൺവേഴ്സ് ഈസ് നോട്ട് ട്രൂ. ഓക്കെ, കോൺവേഴ്സ് ഈസ് നോട്ട് ട്രൂ. എല്ലാ സെക്കൻഡ് കൗണ്ടബിൾ സ്പേസും എന്താവണമെന്നില്ല? സെപ്പറബിൾ ആവണം. എല്ലാ സെപ്പറബിൾ സ്പേസും സെക്കൻഡ് കൗണ്ടബിൾ ആവണമെന്നില്ല. ഫോർ എക്സാമ്പിൾ R വിത്ത് സെമി ഓപ്പൺ ഇന്റർവെൽ ടോപ്പോളജി, അതായത് ടോപ്പോളജി എന്നുള്ളത് ഈ ഫോമില വരിക. സെറ്റ് ഓഫ് ഓൾ എ സം ബി എടുക്കാം. ബി അല്ല, ഇവിടെ ഇൻഫിനിറ്റി ഒക്കെ വരാം കേട്ടോ. ബി എന്നുള്ളത് ഇൻഫിനിറ്റി ഒക്കെ വരാം, എ ഇൻഫിനിറ്റി, ആ രീതിയിലുള്ള സെറ്റുകളൊക്കെ വരാം. അത്തരത്തിലുള്ള സെമി ഓപ്പൺ ഇന്റർവെൽ ടോപ്പോളജി എടുത്തു കഴിഞ്ഞാൽ അത് സെപ്പറബിൾ ആണ്, പക്ഷേ നോട്ട് സെക്കൻഡ് കൗണ്ടബിൾ. ഓക്കെ, നോട്ട് ആർ വിത്ത് സെമി ഓപ്പൺ ഇന്റർവെൽ ടോപ്പോളജി ഈസ് നോട്ട് സെക്കൻഡ് കൗണ്ടബിൾ. സോ ഇത് ആലോചിച്ച് വെക്കണം. എല്ലാ സെക്കൻഡ് കൗണ്ടബിൾ സ്പേസും സെപ്പറബിൾ ആണ്. അത് എങ്ങനെ വരുന്നു എന്നുള്ളത് മനസ്സിലാക്കാനാണ് അതിന്റെ പ്രൂഫ് പറഞ്ഞത്. പക്ഷെ എല്ലാ സെപ്പറബിൾ സ്പേസും എന്താവണമെന്നില്ല? സെക്കൻഡ് കൗണ്ടബിൾ ആവണമെന്നില്ല. നെക്സ്റ്റ് വരുന്നത്
സെപ്പറബിലിറ്റി ഈസ് നോട്ട് എ ഹെറിഡിറ്ററി പ്രോപ്പർട്ടി. സെപ്പറബിലിറ്റിയും എന്തല്ല, ഹെറിഡിറ്ററി പ്രോപ്പർട്ടി അല്ല, നോട്ട് എ ഹെറിഡിറ്ററി പ്രോപ്പർട്ടി. സെപ്പറബിലിറ്റി ഈസ് ഓൾസോ നോട്ട് എ ഹെറിഡിറ്ററി പ്രോപ്പർട്ടി. അതിവിടെ നമ്മൾ ഉണ്ടാക്കുന്നത് ആർ ക്രോസ് ആർ ആണ് നിൽക്കുന്നത്. ആർ ക്രോസ് ആർ ആണ്. ആർ ക്രോസ് ആർ എന്നുള്ള സ്പേസ് എടുക്കുക. അതിൽ ആർ എന്നുള്ളത് ഓരോ ആറും സെമി ഓപ്പൺ ഇന്റർവൽ ടോപ്പോളജി എടുക്കുക. ഓക്കെ, ഓരോ ആറും സെമി ഓപ്പൺ ഇന്റർവൽ ടോപ്പോളജി എടുക്കുക. അപ്പൊ അതിലെന്തുണ്ടായിരിക്കില്ല, കൗണ്ടബിൾ ആയിട്ടുള്ള ഡെൻസ് സബ്സെറ്റ് ഉണ്ടായിരിക്കില്ല. നെക്സ്റ്റ് വരുന്നത് എവരി കോഫൈനൈറ്റ് സ്പേസ് ഈസ് സെപ്പറബിൾ. എവരി കോഫൈനൈറ്റ് സ്പേസ് ഈസ് സെപ്പറബിൾ. എവരി കോഫൈനൈറ്റ് സ്പേസ് ഈസ് സെപ്പറബിൾ. ഓക്കെ, അതിനു വേണ്ടിയിട്ട് നമ്മൾ നോക്കാം കോഫൈനൈറ്റ് സ്പേസ് സെപ്പറബിൾ ആണോ നോക്കാം. ഓക്കെ, സോ എക്സ് എന്നുള്ള സെറ്റ് എടുത്തു, എക്സ് എന്നുള്ള സ്പേസ് എടുത്തു. അതിനൊരു കൗണ്ടബിൾ ഡെൻസ് സബ്സെറ്റ് ഉണ്ടോ എന്ന് നോക്കണം അല്ലെ. ഇനി എക്സ് ഫൈനൈറ്റ് ആണെങ്കിൽ അതിന്റെ എല്ലാ എന്തായിരിക്കും, കൗണ്ടബിൾ ആയിരിക്കും. കൗണ്ടബിൾ എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാം. എക്സ് കൗണ്ടബിൾ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, അതിനൊരു ഇൻഫിനിറ്റ്ലി കൗണ്ടബിൾ ആയിട്ടുള്ള സബ്സെറ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇൻഫിനിറ്റ്ലി കൗണ്ടബിൾ ആയിട്ടുള്ള സബ്സെറ്റ് ഉണ്ടായിരിക്കും. ഇനി എക്സ് അൺകൗണ്ടബിൾ ആണെങ്കിൽ പോലും അതിന് എന്തുണ്ടായിരിക്കും, ഇൻഫിനിറ്റ് ആയിട്ടുള്ള ഒരു കൗണ്ടബിൾ സബ്സെറ്റ് ഉണ്ടായിരിക്കും. ഡെന്യൂമറബിൾ ആയിട്ടുള്ള ഒരു കൗണ്ടബിളി ഇൻഫിനിറ്റ് ആയിട്ടുള്ള ഒരു സബ്സെറ്റ് ഉണ്ടായിരിക്കും. സോ ലെറ്റ് ഡി എക്സ് അൺകൗണ്ടബിളോ കൗണ്ടബിൾ എന്തോ ആയിക്കോട്ടെ, കുഴപ്പമില്ല. ലെറ്റ് ഡി സബ്സെറ്റ് ഓഫ് എക്സ് ഈസ് കൗണ്ടബിൾ. അപ്പൊ അത്തരത്തിലൊരു കൗണ്ടബിൾ ആയിട്ടുള്ള സെറ്റ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. കൗണ്ടബിൾ ആൻഡ് ഇൻഫിനിറ്റ് ഓർ ഡെന്യൂമറബിൾ എന്ന് പറയാം. കൗണ്ടബിൾ ആൻഡ് ഇൻഫിനിറ്റ് ആയിട്ടുള്ള ഒരു സബ്സെറ്റ് എടുത്തു ഡി. അങ്ങനെയാണെങ്കിൽ നമുക്ക് തെളിയിക്കേണ്ടത് ഡി ഡെൻസ് ആണെന്നാ. അതായത് എല്ലാ ഇൻഫിനിറ്റ് സെറ്റുകളും, ഒരു കോഫൈനൈറ്റ് സ്പേസിന്റെ എല്ലാ ഇൻഫിനിറ്റ് സെറ്റുകളും എന്തായിരിക്കും, ഡെൻസ് ആയിരിക്കും. അത് കൗണ്ടബിൾ ആയാലും അൺകൗണ്ടബിൾ ആയാലും. അപ്പൊ കൗണ്ടബിൾ ആയിട്ടുള്ള ഒരു സെറ്റ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ കൗണ്ടബിളിന്റെ കേസ് മാത്രം പ്രൂവ് ചെയ്താൽ മതി. സോ ഡി എന്ത് തെളിയിക്കണം, ഡി ഡെൻസ് ആണെന്ന് തെളിയിക്കണം. എന്ത് തെളിയിച്ചാൽ മതി, ഡി ഇന്റർസെക്ഷൻ യു നോട്ട് ഈക്വൽ ടു 5 ഫോർ എവരി യു ബിലോങ്സ് ടു ടോ എന്ന് തെളിയിച്ചാൽ മതി. ഓക്കെ, എക്സ്ട്രോ ആണ്. ഫോർ എവരി യു ബിലോങ്സ് ടു ടോ. ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കോഫൈനൈറ്റ് ആണ്. ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കോഫൈനൈറ്റ് ആണ്. അപ്പൊ സപ്പോസ് there exist countable and infinite. സപ്പോസ് there exist, നമ്മൾ ഇത് എടുക്കുക, കോൺട്രഡിക്ഷൻ എടുക്കുകയാണ്. there exist u belongs to tau such that d intersection u equal to 5. അതായത് നമ്മൾ ആദ്യം എടുക്കുകയാണ്, d ഡെൻസ് അല്ല എന്ന് എടുക്കുകയാണ്. d ഡെൻസ് ആവില്ലെങ്കിൽ എന്താണ്, അവിടെ അറ്റ്ലീസ്റ്റ് ഒരു u എങ്കിലും ഉണ്ടായിരിക്കും such that ഇതുമായിട്ട് ഇന്റർസെക്ഷൻ എംറ്റി ആവുന്നത്, എംറ്റി ഇന്റർസെക്ഷൻ ആവുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഡിസ്ജോയിന്റ് ആയിട്ട്. ഇനി നോക്കുക, ഡി ഇന്റർസെക്ഷൻ യു ഈക്വൽ ടു 5 ആണെങ്കിൽ ഡി ഈസ് എ സബ്സെറ്റ് ഓഫ് എക്സ് മൈനസ് യു ഓർ യു കോംപ്ലിമെന്റ്. ഡി ഇന്റർസെക്ഷൻ യു 5 ആണെങ്കിൽ ഡി ഈസ് എ സബ്സെറ്റ് ഓഫ് എക്സ് മൈനസ് യു ഓർ യു കോംപ്ലിമെന്റ്, ബേസിക് സെറ്റ് തിയറി. ഇനി യു എന്താണ്, യു ബിലോങ്സ് ടു ടോ, ഇംപ്ലൈസ് ദാറ്റ് എക്സ് മൈനസ് യു ഈസ് ഫൈനൈറ്റ്. എക്സ് മൈനസ് യു എന്താവും, ഫൈനൈറ്റ് ആവും. അതുകൊണ്ട് ഈ എക്സ് മൈനസ് യു എന്താണ്, ഫൈനൈറ്റ് ആണ്. കാരണം കോഫൈനൈറ്റ് ടോപ്പോളജി ആണ്. സോ യുവിന്റെ കോംപ്ലിമെന്റ് എന്തായിരിക്കും, ഫൈനൈറ്റ് ആയിരിക്കും. ഒരു ഫൈനൈറ്റ് സെറ്റിന്റെ സബ്സെറ്റ് എപ്പോഴും എന്തായിരിക്കും, ഫൈനൈറ്റ് ആയിരിക്കും. ഇംപ്ലൈസ് ദാറ്റ് ഡി ഈസ് ഫൈനൈറ്റ്. ഇറ്റ് ഇസ് എ കോൺട്രഡിക്ഷൻ ടു അവർ അസംഷൻ ദാറ്റ് ഡി ഈസ് ഇൻഫിനിറ്റ്. സോ നമുക്ക് എന്ത് പറയാം, ഡി ഇന്റർസെക്ഷൻ യു നോട്ട് ഈക്വൽ ടു 5 ഫോർ എവരി യു, ഫോർ എവരി ഓപ്പൺ സെറ്റ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ഡി ഈസ് ഡെൻസ്. അതായത് എല്ലാ ഇൻഫിനിറ്റ് സെറ്റുകളും എന്താണ്, ഒരു കോഫൈനൈറ്റ് സ്പേസിന്റെ എല്ലാ ഇൻഫിനിറ്റ് സെറ്റുകളും ഡെൻസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ഇൻ പർട്ടിക്കുലർ ഒരു കൗണ്ടബിൾ ആയിട്ടുള്ള സെറ്റ് എടുത്തു കഴിഞ്ഞാലും അതെന്താണ്, ഡെൻസ് ആണ്. ഒരു കൗണ്ടബിൾ സെറ്റ് എന്തായാലും എക്സിസ്റ്റ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, സോ എവരി കോഫൈനൈറ്റ് സ്പേസ് ഈസ് സെപ്പറബിൾ. നെക്സ്റ്റ് പറയുന്നത് സെപ്പറബിലിറ്റി ഈസ് പ്രിസർവ്ഡ് അണ്ടർ, സെപ്പറബിലിറ്റി ഈസ് preserved under continuous functions. Separability എന്ത് ചെയ്യും, continuous functions, preserved under continuous functions. But second countability എന്ത് ചെയ്യില്ല, does not preserved under continuous functions. Under continuous functions. Okay.
അണ്ടർ കണ്ടിന്യൂസ് ഫംഗ്ഷൻസിൽ സെപ്പറബിലിറ്റി സെക്കൻഡ് കൗണ്ടബിലിറ്റി പ്രിസർവ് ചെയ്യില്ല, ബട്ട് സെപ്പറബിലിറ്റി ഡസ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സെപ്പറബിലിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനിയുണ്ട് ഒരു ഡിസ്ക്രീറ്റ് സ്പേസ് എടുത്തു കഴിഞ്ഞാൽ അത് എന്താവില്ല, ഡിസ്ക്രീറ്റ് സ്പേസ് എടുത്തു കഴിഞ്ഞാൽ ജനറലി അത് എന്താവണമെന്നില്ല, സെപ്പറബിൾ ആവണമെന്ന് നിർബന്ധമില്ല. ഡിസ്ക്രീറ്റ് സ്പേസ് എടുത്തു കഴിഞ്ഞാല് സെപ്പറബിൾ ആവണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, ഫൈനൈറ്റ് ആണെങ്കിൽ, ഫൈനൈറ്റ് ഡിസ്ക്രീറ്റ് സ്പേസ് ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും സെപ്പറബിൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സെപ്പറബിലിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് പറയാനുള്ളത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് കണക്റ്റഡ്നെസ് ആണ്. ഓക്കെ, കണക്റ്റഡ്നെസ്. കണക്റ്റഡ്നെസ് ഒന്നാമത്തെ ഡെഫിനിഷൻ. ഒരു സെറ്റ് എക്സ് എന്നുള്ളത് കണക്റ്റഡ് സ്പേസ് എക്സ് കണക്റ്റഡ് ആവണമെങ്കിൽ എക്സ് ഈക്വൽ ടു നമുക്ക് എക്സ് cannot be represented as A union B where A closure intersection B closure equal to 5. Okay, A closure intersection B closure equal to 5. ഇത്തരത്തിൽ എഴുതാൻ പറ്റുകയാണെങ്കിൽ, ഇത്തരത്തിലുള്ള എയും ബിയും രണ്ട് സെറ്റുകൾ കൊണ്ട് എക്സിനെ അവയുടെ യൂണിയൻ ആക്കിയിട്ട് എഴുതാൻ പറ്റുവാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, എക്സ് കണക്റ്റഡ് ആണെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, എക്സ് എന്താണെന്ന് പറയാൻ പറ്റില്ല, കണക്റ്റഡ് ആണെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ എക്സ് ഡസ് നോട്ട് കണക്റ്റഡ് ഇഫ് എക്സ് ക്യാൻ ബി റിട്ടൺ ആസ് ദ യൂണിയൻ ഓഫ് ടു സെറ്റ്സ് വേർ ദ ഇന്റർസെക്ഷൻ ബിറ്റ്വീൻ ദ ക്ലോഷർ ഓഫ് ദാറ്റ് സെറ്റ് ഈസ് empty. Okay, intersection between the closure of that set is empty. X is not connected. Okay, X is not connected. നോക്കുക, ഇപ്പൊ ഒരു 0 1 എടുത്തു, അത് ഞാൻ ഇവിടുത്തെ ഒരു പോയിന്റ് ഒഴിവാക്കി, ഈ രീതിയിൽ കിട്ടും. ഓക്കെ, അപ്പൊ എന്താവില്ല, അത് കണക്റ്റഡ് ആവില്ല. ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ എന്താവില്ല, കണക്റ്റഡ് ആവില്ല. ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ അത് കണക്റ്റഡ് ആവില്ല. അതുപോലെ തന്നെ നിങ്ങൾ സർക്കിൾ നോക്കുക, സർക്കിൾ എടുക്കുക, സർക്കിളിലും ഒരു പോയിന്റ് ആയിട്ട് ഒഴിവാക്കി കഴിഞ്ഞാല് അതെന്താവില്ല, കണക്റ്റഡ് ആവില്ല. അപ്പൊ ഒരു പോയിന്റ് ഒഴിവാക്കി കഴിഞ്ഞാൽ കണക്റ്റഡ്നെസ് നഷ്ടപ്പെടുകയാണെങ്കിൽ അത്തരം പോയിന്റുകളെ പറയുന്ന പേരാണ് കട്ട് പോയിന്റുകൾ. ഓക്കെ, അത്തരം പോയിന്റുകളെ പറയുന്ന പേരാണ് കട്ട് പോയിന്റ്സ്. ഓക്കെ, കട്ട് പോയിന്റ്സ്. അപ്പോ ഒരു ആറിലൊക്കെ നമുക്ക് ഒരു പോയിന്റ് അങ്ങോട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ എന്തായി, കണക്റ്റഡ്നെസ് നഷ്ടപ്പെടും. ആറിലൊക്കെ ഒരു പോയിന്റ് അങ്ങോട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ കണക്റ്റഡ്നെസ് നഷ്ടപ്പെടും. ശ്രദ്ധിക്കാം, കണക്റ്റഡ്നെസ് ഈസ് പ്രിസർവ്ഡ് അണ്ടർ കണ്ടിന്യൂസ് ഫംഗ്ഷൻസ്. കണക്റ്റഡ്നെസ് ഈസ് പ്രിസർവ്ഡ് അണ്ടർ കണ്ടിന്യൂസ് ഫംഗ്ഷൻസ്. ഓക്കെ, കണക്റ്റഡ്നെസ് ഈസ് പ്രിസർവ്ഡ് അണ്ടർ continuous functions. രണ്ടാമത്തത്, in R the connected spaces are, the connected subsets are precisely intervals. ആറിലുള്ള കണക്റ്റഡ് സബ്സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്റർവെൽസ് മാത്രമാണ്. ഇന്റർവെൽസ് ആണ് ഏത് ഫോമിലാവാം, എ ബി ഓർ ഏത് ഫോമിലാണ്, ക്ലോസ് ഇന്റർവെൽ ആവാം, ബൗണ്ടഡ് ഇന്റർവെൽ ആവാം, അൺബൗണ്ടഡ് ഇന്റർവെൽസ് ആവാം. ഇന്റർവെൽസ് മാത്രമാണ്. ഫോർ എക്സാമ്പിൾ എ ബി സി ഡി എടുത്തു, ബി നോട്ട് ഈക്വൽ ടു സി, ബി നോട്ട് ഈക്വൽ ടു സി ആൻഡ് എ നോട്ട് ഈക്വൽ ടു ഡി. ആ രീതിയിൽ എടുക്കുകയാണെങ്കിൽ ഇതെന്തല്ല കണക്റ്റഡ് അല്ല. കാരണം ഈ സെറ്റിനെ എനിക്ക് എങ്ങനെ എഴുതാം, ഇതാണ് സ്പേസ്, എക്സ് ഇസ് ഈക്വൽ ടു യൂണിയൻ. ഓക്കെ, യൂണിയൻ ആക്കിയിട്ട് തന്നെ നമ്മൾ എഴുതി, ഇതിനെ എ ആയിട്ട് എഴുതി, ഇതിനെ ബി ആയിട്ട് എഴുതി, ഇവയുടെ യൂണിയൻ ആക്കി എഴുതി. എ ക്ലോഷർ ഇന്റർസെക്ഷൻ ബി ക്ലോഷർ ഈക്വൽ ടു എന്താണ്, 5 വരും. സോ എക്സ് ഇസ് നോട്ട് കണക്റ്റഡ്. ഓക്കെ, എക്സ് ഇസ് നോട്ട് കണക്റ്റഡ് എന്ന് പറയാം. ലാസ്റ്റ്, കണക്റ്റഡ്നെസ് ഈസ് നോട്ട് ഹെറിഡിറ്ററി. കണക്റ്റഡ്നെസ് ഈസ് നോട്ട് ഹെറിഡിറ്ററി. Connectedness is not hereditary. Okay, ഇതെന്താവണമെന്നില്ല, ഹെറിഡിറ്ററി ആവണമെന്നില്ല. ഓക്കെ, കണക്റ്റഡ്നെസ് എന്താവണമെന്നില്ല, ഹെറിഡിറ്ററി
സപ്പോസ് ഒരു സ്പേസ് എക്സ് എടുത്തു, ഒരു വൈ എടുക്കുകയാണ്, സബ് സ്പേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ് കണക്റ്റഡ് ആവണമെന്നുണ്ടെങ്കിൽ വൈയും എന്താവണമെന്നില്ല, കണക്റ്റഡ് ആവണമെന്ന് ഇല്ല, നിർബന്ധമില്ല. ഓക്കെ. ആൻഡ് ലാസ്റ്റത്തത്, if A is connected, if A is connected, A closure is connected. If A is connected, then A closure is connected. A is connected implies A closure is connected. ഒരു സെറ്റ് കണക്റ്റഡ് ആണെങ്കിൽ അതിന്റെ ക്ലോഷർ എന്തായിരിക്കും, കണക്റ്റഡ് ആയിരിക്കും. അതായത് ഇപ്പോ A കണക്റ്റഡ് ആണ്, A കണക്റ്റഡ് ആണെങ്കിൽ എന്റെയും എ ക്ലോഷറിന്റെയും ഇടയിലുള്ള എല്ലാ സെറ്റുകളും എന്തായിരിക്കും, കണക്റ്റഡ് ആയിരിക്കും. എന്റെയും എ ക്ലോഷറിന്റെ ഇടയിലുള്ള എല്ലാ സെറ്റുകളും എന്തായിരിക്കും, കണക്റ്റഡ് ആയിരിക്കും. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കണക്റ്റഡ്നെസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് പറയാനുള്ളത്. അപ്പൊ ഇതോടുകൂടി നമ്മുടെ സെപ്പറബിലിറ്റി, കോമ്പാക്ട്നെസ്, സെപ്പറബിലിറ്റി ആൻഡ് കണക്റ്റഡ്നെസ് ഇത്രയും ഭാഗങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സെപ്പറേഷൻ ആക്സിയംസ് ആണ്. സെപ്പറേഷൻ ആക്സിയംസും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സിലബസ് ഏകദേശം തീരും. അപ്പൊ അത്രയും കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അവസാനിപ്പിക്കാം. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.